നമസ്തേ. മഹാബലിപുരത്താണുള്ളത്. പുരാണ ഇതിഹാസങ്ങളിൽ പോലും പരാമർശിക്കപ്പെടുന്നതാണ് മഹാബലിപുരം. ഇത്രത്തോളം വ്യത്യസ്തമായ രൂപങ്ങളിലും ഭാവങ്ങളിലുള്ള പാറകൾ വളരെയധികം നമ്മൾ അതിശയിച്ചു പോവും. അത്രത്തോളം വ്യത്യസ്തമായ രൂപങ്ങളിലാണ് പാറകളുടെ കാഴ്ച. ഈ മനോഹരമായ കാഴ്ച നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തിയത്. കുറേ ഭയങ്കരമായ ചൂട്, ഭയങ്കരമായ വെയിൽ, കുറേ നടന്നു. ഒരുപാട് സീൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം തളർന്നു. കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം നല്ലൊരു മരത്തണലിൽ ഈ പാറയുടെ അരികിൽ, പാറയാണ് ഇവിടെ മുഴുവൻ, പാറയുടെ അരികിൽ വന്ന് വിശ്രമിക്കുകയാണ്. ഈ വിശ്രമത്തിന് ശേഷം വീണ്ടും കുറേ ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ മഹാബലിപുരത്ത് വേറെയും കുറേ കാര്യങ്ങൾ, ബീച്ചുണ്ട്. അങ്ങനെ അത് കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മഹാബലിപുരത്തിൻ്റെ അത്ഭുത കാഴ്ചകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. അത്ഭുത കാഴ്ചകളുടെ വസന്തമൊരുക്കുകയാണ് മഹാബലിപുരം. ശരിക്കും നമ്മൾ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. കൂറ്റൻ പാറകൾ ഉള്ളിലേക്ക് തുരന്ന് ഉണ്ടാക്കി വച്ചിരിക്കുന്ന മണ്ഡപങ്ങൾ, ആ മണ്ഡപത്തിനുള്ളിലുള്ള ശില്പങ്ങൾ വളരെ മനോഹരമായ കാഴ്ചയാണ്. ഇത് മഹാബലിപുരത്തെ അതിപുരാതനമായ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്, പെരുമാൾ ക്ഷേത്രം. മഹാബലിപുരത്തിൻ്റെ ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്തു, നമ്മൾ കണ്ടു. ഇത് തീർത്തും വ്യത്യസ്തമായ ഒരു വീഡിയോ. തീർച്ചയായും മഹാബലിപുരത്ത് പോയിട്ടുള്ളവരും പോകാൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായും ഈ വീഡിയോ ഫുള്ള് കാണും. അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണിത്. പാറ തുരന്നുണ്ടാക്കിയ മണ്ഡപത്തിനുള്ളിലെ കാഴ്ചയാണിത്. വളരെ നീളത്തിലുള്ള മണ്ഡപമാണ്. ഇപ്പോഴും തിരക്കായിരിക്കും ഇവിടെ. ഇത് ഗുഹ പോലെയുള്ള ഭാഗമാണിത്. ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ പോയി ഇരിക്കുകയാണ്. അത്രത്തോളം നീളമുണ്ട്. പാറയുടെ ഉള്ളിലേക്ക് തുരന്നുണ്ടാക്കിയ ഗുഹകളാണ്. അർജുനൻ തപസ് ചെയ്ത സ്ഥലമാണ്. ശരിക്കും ഈ അത്ഭുത കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ പഴയ കാലഘട്ടത്തിൽ ഈ ഗുഹകളിൽ ജീവിച്ച മനുഷ്യരൊക്കെയുള്ള ആ കാലഘട്ടത്തിലേക്ക് നമ്മളുടെ മനസ്സ് പോകും. അതുപോലെ ഇത്ര മനോഹരമായിട്ട് ഈ പാറയിൽ ഇത്രത്തോളം ശില്പങ്ങൾ കൊത്തിവെച്ച ആ മഹാന്മാരായ കലാകാരന്മാർ, ശില്പികൾ, അവരെയൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് അഭിമാനം തോന്നുകയും ചെയ്യും. എത്രത്തോളം വലിയ കരവിരുതാണിത്. ഒരു പാറയിൽ മനോഹരമായിട്ട് ശില്പങ്ങൾ കൊത്തിവെക്കുക, അത് ആ കാലഘട്ടത്തിൻ്റെ, ആ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ്. കാരണം അന്ന് എന്തായിരുന്നോ അവസ്ഥ, ആ അവസ്ഥയെക്കുറിച്ചാണ് ഈ ശില്പങ്ങൾ നമ്മളോട് പറയുന്നത്.
ഒറ്റപ്പാറയിൽ കൊത്തിയുണ്ടാക്കിയ ശില്പങ്ങളാണിതെല്ലാം. പാറകളുടെ രൂപവും അവയുടെ നിൽപ്പൊക്കെ കണ്ടാൽ നമുക്ക് അതിശയം തോന്നും. മഹാബലിപുരത്തിൻ്റെ കാഴ്ചകളുടെ അത്ഭുതം എന്ന് പറയുന്നത് അത് തന്നെയാണ്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ശരിക്കും മഹാബലിപുരത്തിന് പുരാണ ഇതിഹാസങ്ങളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. വനവാസകാലത്ത് രാമലക്ഷ്മണന്മാരും സീതാദേവിയും ഇവിടെ എത്തി ഇവിടെ താമസിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. അതേപോലെ പാണ്ഡവന്മാർ വനവാസകാലത്ത് ഇവിടെ താമസിച്ചിരുന്നു. അവരുടെ പേരിൽ തന്നെയാണ് 5 രഥങ്ങൾ. അതേപോലെ അർജുനൻ തപസ് ചെയ്ത സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത്. ലോക പൈതൃക പട്ടികയിൽപ്പെട്ട സ്ഥലമാണിത്. ഇതാണ് ആ വിഖ്യാതമായ പാറ. ശരിക്കും മഹാബലിപുരം നമ്മൾ കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തും. അത്രത്തോളം മനോഹരമായ ദൃശ്യങ്ങളാണ് അവിടെ ഉള്ളതെന്നുള്ളതല്ല, നമ്മൾ അതിശയിച്ചു പോകും. പല കാഴ്ചകളും അങ്ങനെയാണ്. എന്തിന് നമ്മൾ ഈ പറയുന്ന പാറയുടെ രൂപങ്ങൾ, അതേപോലെ അത് ഓരോ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആ ഭാവം, പാറയുടെ ഭാവം, ഇതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തും. അതുകൊണ്ടാണല്ലോ നിത്യവും ആയിരക്കണക്കിന് സന്ദർശകരെത്തുന്ന സ്ഥലമാണിത്. മനോഹരമായ പുൽത്തകിടികൾ, അതേപോലെ മനോഹരമായ വൃക്ഷങ്ങൾ, ആ വൃക്ഷങ്ങൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന പാറകൾ, പല രൂപത്തിലുള്ള പാറകൾ, അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ്. പാറകളുടെ രൂപങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചു പോകും, ഈ പാറകൾക്ക് എങ്ങനെയാണ് ഈ രൂപം കൈവന്നത്? ഒരു പക്ഷേ ഒരു മഹാസ്ഫോടനത്തിൻ്റെ ബാക്കിപത്രമായിരിക്കാം ഈ പാറകൾ. ധാരാളം വിദേശികൾ നിത്യവും എത്തുന്നതാണ് മഹാബലിപുരത്ത്. ഇവിടുത്തെ കാഴ്ചകളിൽ മതിമറന്നവരിങ്ങനെ നടക്കും. ഈ പാറകൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന മരങ്ങൾ തന്നെ ഒരു മനോഹര കാഴ്ചയാണ്. ഒരു ദിവസം കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് മനസ്സിനെയും ശരീരത്തിനെയും തൃപ്തിപ്പെടുത്താൻ പറ്റിയ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് മഹാബലിപുരം. നോക്കുക, ഈ പാറകളുടെയൊക്കെ രൂപം എങ്ങനെയാണ്, എങ്ങനെയാണ് ഇങ്ങനെ ആയത്?
അവിടെയും ഒരു ആനയുടെ ശില്പം കൊത്തിയുണ്ടാക്കിയിട്ടുണ്ട് ആ പാറയിൽ. ശരിക്കും 40 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിൽ കിടക്കേണ്ടത്. ആ ടിക്കറ്റ് കൊണ്ട് നമുക്ക് ഇവിടെ മാത്രമല്ല ഷോർട്ട് ടെമ്പിൾ കാണാം, ലൈറ്റ് ഹൗസിൽ കയറാം, അതേപോലെ 5 രഥങ്ങളും കാണാം. അതിലേറ്റവും ആകർഷകമായി എനിക്ക് തോന്നിയ സ്ഥലമാണ് ഈ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നോക്കുക, ഈ പാറകൾ നോക്കി നമ്മൾ നിന്നു പോകും. അത്രത്തോളം വലിപ്പമാണ് അവയ്ക്ക്. പാറയിൽ കൊത്തിയുണ്ടാക്കിയ ഒരു ക്ഷേത്രമാണത്. അവിടെ മഹാദേവന്റെ ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. നമ്മുടെ പുരാണ ഇതിഹാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. കാരണം ആ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് വന്ന് താമസിക്കാനും ഒക്കെയുള്ള ഈ പാറകൾ കൊണ്ടുള്ള സംരക്ഷണമുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഗുഹകളിൽ സുരക്ഷിതരായി കഴിയാൻ കഴിഞ്ഞിരിക്കണം. ഇത് അവിടെ ഉണ്ടായിരുന്ന പാറയിൽ തന്നെ കൊത്തിയുണ്ടാക്കിയതാണ് ഈ ക്ഷേത്രം. അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ്. ശരിക്കും നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അത്രത്തോളം കൂറ്റൻ പാറകൾ. ഇവിടെ എത്തുന്നവര് ഈ പാറയ്ക്ക് മുകളിലൂടെ തലങ്ങും വിലങ്ങും നടക്കുക മാത്രമല്ല, അവരെ അത്ഭുതപ്പെടുത്തുന്ന ഈ കാഴ്ചകളെ ലയിച്ച് കാഴ്ചകൾ കണ്ട് മതിമറന്ന് ഏതെങ്കിലും ഒരു പാറയുടെ അരികില് അല്ലെങ്കിൽ പാറയുടെ ചുവട്ടിൽ എത്രയോ പേരിരിക്കുന്നു. അങ്ങനെ ഈ കാഴ്ചയിൽ ലയിച്ചിരുന്നു പോകും. ആരെയും മോഹിപ്പിക്കുന്ന സൗന്ദര്യമാണ് ഈ പാറകൾക്ക്. ശരിക്കും ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് നട്ടുച്ച സമയമാണ്. ഭയങ്കരമായ വെയിൽ. എന്നിട്ടും ഇത്രത്തോളം ജനങ്ങൾ. ആ പാറയ്ക്ക് മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരം, അത് അടുത്ത് നിന്ന് കാണുമ്പോൾ ഒരു സുഖം. ധാരാളം ആൾക്കാർ. കാരണം അവധി ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ഞായറാഴ്ചകളിൽ ഒക്കെ വലിയ ജനത്തിരക്കായിരിക്കും ഇവിടെ. മഹാബലിപുരത്ത് ശരിക്കും ഏറ്റവും നമ്മളെ ആകർഷിക്കുന്നതിലെ ഏറ്റവും വലിയ കാഴ്ച ഇവിടെ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട അത്ഭുതപ്പാറയുടെ പുറകുവശമാണ് നമ്മൾ കാണുന്നത്. ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഓരോ കൂറ്റൻ പാറകളും തൊട്ടും ഉരുമ്മി ഇങ്ങനെ അടുത്ത് അകന്ന് പല രൂപത്തിലും പല ഭാവങ്ങളുമാണ് നമുക്ക് തോന്നുക.
അതേപോലെ വിശാലമായി നീണ്ടു കിടക്കുന്ന പാറകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയുടെ വസന്തമാണ് ഇവിടെ. ആരും അതിശയിച്ചു നിന്നു പോകും. ചരിത്രം പറയുന്ന പ്രകാരം ഈ ഭാഗത്താണ്, ഇവിടെയാണ് വനവാസകാലത്ത് പാണ്ഡവർ താമസിച്ചിരുന്നത്. ഇതിഹാസം പറയുന്നതനുസരിച്ച് ഭീമസേനന് 1000 ആനയുടെ കരുത്താണ്. ഭീമസേനൻ ഇവിടെയുള്ള പാറകളെയൊക്കെ സൗകര്യാർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉരുട്ടി വെച്ചതുമാകാം. മനോഹരമായ ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ഒരു മണ്ഡപമാണ്. ഇത് പാറയുടെ മുകളിലുള്ള ഒരു നിർമ്മിതിയാണ്. ആ സ്തൂപത്തിൽ തന്നെ ധാരാളം ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട്. മഹാബലിപുരം ഓടിച്ചെന്ന് കണ്ടിട്ട് തിരിച്ചു ഓടിപ്പോരാനുള്ള സ്ഥലമല്ല, നമ്മൾക്ക് കണ്ടാസ്വദിച്ച് മതിമറന്ന് കണ്ടു നിൽക്കാനുള്ള സ്ഥലമാണ്. അത്രത്തോളം കാഴ്ചകളുണ്ട്. ദേവീദേവന്മാരുടെ ശില്പങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത്. പാറകളിരിക്കുന്ന വിടവിൽ നിന്നൊക്കെ വളർന്നു വന്നിട്ടുള്ള മരങ്ങൾ നൽകുന്ന കാഴ്ച വളരെ മനോഹരമായൊരു അന്തരീക്ഷമാണ് ഇവിടെ. അതേപോലെ ഇടവിട്ട് ഇതേമാതിരി കച്ചവടം ചെയ്യുന്ന അമ്മമാരുണ്ട്. അവർ നമുക്ക് വെള്ളം, അതേപോലെ വെള്ളരിക്ക, മാങ്ങ, ഇതേപോലുള്ള നമ്മുടെ ക്ഷീണം മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കുണ്ട്. ചില പാറയുടെ വശങ്ങളിൽ, ഭാഗങ്ങളിൽ, നമ്മൾ നടപ്പാതയുടെ അരികിലൊക്കെ അതേപോലുള്ളവരെ നമുക്ക് കാണാം. നമുക്ക് ക്ഷീണം അകറ്റാനുള്ള ജലവും സംവിധാനവും ഒക്കെ അവരുടെ അടുത്തുണ്ട്. പൂക്കളാണോ ഇലയാണോ എന്ന് മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഒരു വള്ളിപ്പടപ്പാണ്. പാറകൾ ഇവിടുത്തെ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്.
മല പോലെയുള്ള പാറകളുമുണ്ട്. അത്തരത്തിലുള്ള ഒന്നാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. ജനങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറിപ്പോവും. ചിലയിടത്തൊക്കെ പടികളൊക്കെ ഉണ്ട്, അല്ലാത്തടത്ത് ഒരുവിധം കുത്തനെയുള്ള ഭാഗങ്ങൾ തന്നെയാണത്. കുട്ടികൾക്കും കുടുംബമായിട്ട് എത്തുന്നവരിൽ കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് പാറയൊക്കെ കയറി മുകളിലേക്ക് പോകാനും ഒക്കെ ആയിട്ട്. ഇത് വളരെ വിശാലമായി നീണ്ടു കിടക്കുന്ന ഒരു പാറയാണ്. ഈ പാറയുടെ മുകളിലേക്ക് പോകാൻ പാറയിൽ തന്നെ കുത്തിയിട്ടുണ്ടാക്കിയ പടിക്കെട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു അമ്മ വെള്ളവും മാങ്ങയും ഒക്കെ ആയിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ ടയേർഡാവും. വളരെയധികം ദൂരം നമ്മൾ നടന്നു. ഇപ്പോൾ വളരെയധികം കാഴ്ചകൾ കണ്ടു. ഇതൊരു കൂറ്റൻ പാറ, അവിടെ ഉള്ളതിലേക്ക് ഏറ്റവും നീളമുള്ള പാറയാണ്. ഈ പാറയിൽ തന്നെ കൊത്തിയുണ്ടാക്കിയ ഒരു മണ്ഡപമുണ്ട്. വളരെയധികം വലിപ്പമുള്ള ഒരു മണ്ഡപം. ശരിക്കും എപ്പോൾ നോക്കിയാലും ഏത് സമയത്ത് എന്നാലും അതിൻ്റെ ഉള്ളിൽ പബ്ലിക് ഉണ്ടാവും. അത്രത്തോളം ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് എത്ര കൊടും ചൂടായെന്ന് പറഞ്ഞാലും ആ ഭാഗങ്ങളിൽ നല്ല തണുപ്പായിരിക്കും. ഇവിടെയുള്ള നിർമ്മിതികളൊക്കെ അവിടെ എങ്ങനെയാണോ പാറയുള്ളത്, ആ പാറ തന്നെ തുറന്ന് അതിൽ തന്നെ നിർമ്മിച്ചെടുത്തതാണ്. അതാണ് മഹാബലിപുരത്ത് പാറകളുടെ കാഴ്ചകളെ നമ്മളെ വിസ്മയിപ്പിക്കുന്നത്. അത് തന്നെയാണ്. ഇവിടെ ഉണ്ടായിരുന്ന കൂറ്റൻ പാറയിൽ ഉള്ളിലേക്ക് തുറന്നുണ്ടാക്കിയ ഭാഗമാണ്. അങ്ങനെയുള്ളൊരു മണ്ഡപമാണ്. മനോഹരമായ ഈ കാഴ്ചകൾ കണ്ട് അവിടെ ഇരിക്കാതെ നടന്നു പോകാൻ നമുക്കാവില്ല. അത്രത്തോളം മനോഹരമായ കാഴ്ചയാണ് ഇവിടെ. വനവാസകാലത്ത് പാണ്ഡവർ വളരെയധികം കാലം ഇവിടെ ചെലവഴിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും തമിഴ്നാട്ടിൽ നമുക്ക് കാണാൻ ധാരാളം സ്ഥലങ്ങളുണ്ടെങ്കിലും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ നമ്മുടെ മനസ്സിനെ കവർന്നെടുത്തുകൊണ്ട് പോകുന്ന ഒരു മനോഹര പ്രദേശമായിട്ടാണ് എനിക്ക് തോന്നിയ മഹാബലിപുരം. ശരിക്കും കണ്ടിരിക്കേണ്ട സ്ഥലം. നമ്മളുടെ പൂർവികരുടെ കരവിരുതിൽ നമുക്ക് അതിശയം തോന്നും. ഒരു യന്ത്രങ്ങളുമില്ലാത്ത കാലഘട്ടത്തിലാണ് അവരുടെ കയ്യിലുള്ള ഉളിയും ചുറ്റികയും അതേപോലുള്ള ആയുധങ്ങൾ വെച്ച് നിർമ്മിച്ചെടുത്തതാണ് ഈ മണ്ഡപവും ഇവിടെയുള്ള ശില്പങ്ങളും ഒക്കെ. ഓരോ മണ്ഡപവും പണിഞ്ഞിട്ടുള്ള ആ മണ്ഡപത്തിൻ്റെ ഉള്ളിൽ കടന്നാൽ മനോഹരമായ ശില്പങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടേക്ക് ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ടാണ് അകത്ത് കയറി ഷൂട്ട് ചെയ്യാത്തത്. കുറച്ച് മണ്ഡപങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അഞ്ചുരഥങ്ങൾ കാണാൻ പോകുമ്പോഴും നമുക്കത് തന്നെയായിരുന്നു അവസ്ഥ. കാരണം കൂടുതൽ ജനങ്ങളുള്ള സമയത്ത് നമുക്ക് അങ്ങനെ മനോഹരമായിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് ആ ഏരിയയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. ഇത് ലൈറ്റ് ഹൗസിലേക്കുള്ള വഴിയാണ്. രണ്ട് വശത്തും കൂറ്റൻ പാറകളാണ്. ആ പാറകൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന മരങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ ഇടയിലൂടെയുള്ള നടപ്പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോയാൽ ലൈറ്റ് ഹൗസിനരികിലെത്താം. പാറകൾക്ക് സൗന്ദര്യമുണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ മഹാബലിപുരത്തും.
നടന്ന് തളർന്നു വരുമ്പോഴും ഒരാശ്വാസം ഇവിടുത്തെ കച്ചവടക്കാരാണ്. അവരുടെ അടുത്തുനിന്ന് ഉപ്പും മുളക് പൊടിയും ചേർത്ത നീളത്തിൽ കീറി വെച്ചിരിക്കുന്ന മാങ്ങയും വാങ്ങി കഴിച്ചുകൊണ്ട് നടന്നു കഴിയുമ്പോൾ ആ തളർച്ച മാറും. അകലെ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാം. ലൈറ്റ് ഹൗസിലേക്കുള്ള പാത ഇരുവശത്തും പാറയാണ്. ആ പാറ തന്നെ കട്ട് ചെയ്തുണ്ടാക്കിയ വഴിയാണിത്. ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം. ഇവിടെ ഇരുന്ന് നമ്മൾ ഇതൊക്കെ നിർമ്മിച്ചവരെ കുറിച്ച് ആലോചിക്കും, നന്ദിയോടുകൂടി അവരെ സ്മരിക്കുകയും ചെയ്യും. അത്രത്തോളം മനോഹരമായ നിർമ്മിതിയാണ്. അതിപ്പോൾ എന്തു തന്നെയായാലും 5 രഥങ്ങൾ, അതേപോലെ അതിലുൾപ്പെട്ടതാണെങ്കിൽ ഇവിടെയാണുള്ളത് നകുല സഹദേവ രഥം, അതേപോലെ ഇവിടെയുള്ള ഓരോ ശില്പനിർമ്മിതിയും, മഹാബലിപുരത്ത് ഷോർട്ട് ടെമ്പിള്, അതേപോലെ മഹാബലിപുരം ബീച്ച്, അതേപോലെ അതിശയിപ്പിക്കുന്നതാണ്. നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. മഹാബലിപുരത്ത് ശില്പങ്ങളുടെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സമയം കിട്ടിയാൽ അത് കാണുക. ഇപ്പം നമ്മളുടെ കൺമുമ്പിൽ കാണുന്നതാണ് നകുല സഹദേവ രഥം, 5 രഥങ്ങളിലെ 5ാമത്തെ രഥം. നകുല സഹദേവ രഥത്തിൻ്റെയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സമയം കിട്ടിയാൽ നിങ്ങൾ കാണുക. മനോഹരമായൊരു രഥമാണത്. മനോഹര നിർമ്മിതിയാണ്. അത് പാറകൾക്കിടയിലുള്ള വഴിയിലൂടെ മുകളിലേക്ക് കയറിപ്പോയാലേ അതിൻ്റെ മുകളിൽ എത്താൻ കഴിയുള്ളൂ. അത്ഭുതപ്പെടുത്തുന്ന മഹാബലിപുരത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും മഹാബലിപുരം പോയി കാണാൻ ശ്രമിക്കുക. മനോഹരമായ കാഴ്ചകളാണ്. പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനലൊന്ന് പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്തേ, വണക്കം.